ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ബിടെക് S3 2019 സ്കീമിൻ്റെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്നതിൻ്റെ രണ്ടാമത്തെ മോഡ്യൂളാണ്. രണ്ടാമത്തെ മോഡ്യൂളിൻ്റെ പാർട്ട് 1 നമ്മൾ വേവ് ഇക്വേഷൻ, 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഫുൾ തിയറി, ഡെറിവേഷൻസും അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൊല്യൂഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ വേവ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് പ്രോബ്ലംസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പം അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ വേവ് ഇക്വേഷൻ എന്താണെന്ന് ഒന്നും കൂടെ പറയാം. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് വേവ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് എ സ്ക്വയർ എന്ന് പറയുന്നത് ടി ബൈ എം ആണ്. ടി എന്ന് വെച്ചാൽ ടെൻഷൻ, എം എന്ന് വെച്ചാൽ മാസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ വേവ് ഇക്വേഷൻ്റെ 3 തരത്തിലുള്ള സൊല്യൂഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് നെഗറ്റീവ് കൊടുത്തും, കേക്ക് പോസിറ്റീവ് വാല്യൂ കൊടുത്തും, കേക്ക് 0 കൊടുത്തും. അപ്പോൾ അതിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷൻ y ഓഫ് എക്സ് കോമ ടി ആണ്. ദാറ്റ് ഈസ് എ കോസ് ലാംഡ എക്സ് പ്ലസ് ബി സൈൻ ലാംഡ എക്സ് ഇൻറ്റു സി കോസ് ലാംഡ എ ടി പ്ലസ് ഡി സൈൻ ലാംഡ എ ടി. അപ്പോൾ ഈ സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. അപ്പം ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്കിനി പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും അധികം അത്യാവശ്യമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ആണ് ഫോറിയർ സീരീസ്. ഫോറിയർ സീരീസ് വെച്ച് മാത്രമേ നമുക്ക് ഈ ഒരു 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഫോറിയർ സീരീസ് എന്താണെന്ന് വെച്ചാൽ y ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു എ എൻ കോസ് എൻ പൈ എ ടി ബൈ എൽ പ്ലസ് ബി എൻ സൈൻ എൻ പൈ എ ടി ബൈ എൽ. ഇതാണ് ഫോറിയർ സീരീസ്. അപ്പം ഈ ഫോറിയർ സീരീസിൽ സിഗ്മയുടെ വാല്യൂ 1 ടു ഇൻഫിനിറ്റി ആണ്. നമ്മളെ ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഇവിടെ നമുക്ക് 2 കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ട്, എ എന്നും ഉണ്ട് ബി എന്നും ഉണ്ട്. അപ്പോൾ ആ എ എൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 ബൈ എൽ ഇൻ്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സും, ബി എൻ എന്ന് വെച്ചാൽ ബി എൻ ഇസ് ഈക്വൽ ടു 2 ബൈ എൻ പൈ എ ഇൻ്റഗ്രൽ 0 ടു എൽ ജി ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എ എൻ പിന്നെ ബി എൻ, എന്നിട്ട് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ഫോറിയർ സീരീസ് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബൗണ്ടറി കണ്ടീഷൻസ് വേവ് ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താം. y ഓഫ് 0 കോമ ടി ഈസ് ഈക്വൽ ടു 0, y ഓഫ് എൽ കോമ ടി ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടുമാണ് ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻസിനകത്ത് വരുന്നത്. നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ് സ്ട്രെച്ചാക്കി വയ്ക്കുന്നു എന്ന് പറയുന്ന 2 പോയിൻ്റാണിത്. പിന്നെ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഡോ വൈ ബൈ ഡോ ടി ഓഫ് 0 കോമ ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സും. ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, y ഓഫ് എക്സ് കോമ 0 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സും. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരിക. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ ഈ ഫോറിയർ സീരീസ് തന്നെയാണ്. ഈ ഒരു ഇക്വേഷൻ എ എന്നിൻ്റെ വാല്യൂം ബി എന്നിൻ്റെ വാല്യൂം പ്ലസ് നമ്മളുടെ ഈ ഒരു ഇക്വേഷനും. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഇഫ് എ സ്ട്രിങ് ഓഫ് ലെങ്ത് 4L is initially at rest in its equilibrium position and each of its point is given initial velocity v. അപ്പോൾ ആദ്യം അവർ പറയുന്നുണ്ട് ലെങ്ത് 4L ആണ്, അത് ഇനിഷ്യലി റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട് സ്ട്രിങ്. പിന്നെ അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് v ഈസ് ഈക്വൽ ടു സി എക്സ് ബൈ എൽ ഇൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12. അതാണ് അതിൻ്റെ ലിമിറ്റ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് v എന്ന് പറയുന്ന സംഭവം വെലോസിറ്റിയിൽ സി എക്സ് ബൈ എൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലിൻ്റെ വാല്യൂ എന്താണെന്നറിയാം അല്ലേ, എന്താണ് 4L ആണ്. അപ്പോൾ അത് നമുക്കൊന്നും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ സി ബൈ എൽ ഇൻറ്റു 4L മൈനസ് എക്സ് എന്ന് കിട്ടും. ഇൻ 2L ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4D. നമ്മളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് ഇതിപ്പം മാറ്റിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ വേവ് ഇക്വേഷൻ സാധാരണ രീതിയിൽ എഴുതുക. എല്ലായ്പ്പോഴും നമുക്ക് വേവ് ഇക്വേഷനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിലും നമ്മൾ ആദ്യം അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത് വേവ് ഇക്വേഷൻ എന്താണെന്നാണ്. പ്ലസ് ബൗണ്ടറി കണ്ടീഷൻസും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വേവ് ഇക്വേഷൻ എഴുതി. ഇനി നമ്മൾ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ വേണമെങ്കിൽ എഴുതാം. അതിനുശേഷം നമ്മൾ സൊല്യൂഷൻ എഴുതണം. സൊല്യൂഷൻ അപ്പോൾ ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇവിടെ ലെങ്ത് 4L ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിലായിരിക്കും സൊല്യൂഷൻ എഴുതുന്നത്. ഓക്കെ,
a cos pi x lambda x plus b sin lambda x into c cos lambda at plus d sin lambda at. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ലെങ്ത് ഇവിടെ 4l ആണ്. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ നേരത്തെ പഠിച്ച ഫൊറിയർ സീരീസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ രീതിയിൽ അത് എഴുതുക. y of x, t is equal to sigma n is equal to 1 to infinity bn sin n pi x by l sin n pi at by l എന്ന് എഴുതി. ഇവിടെ എന്തുകൊണ്ടാണ് an വരാത്തതെന്നൊരു ഡൗട്ട് ഉണ്ടാവും. കാരണം ഇവിടെ ബൗണ്ടറി ഇക്വേഷൻ എഴുതുമ്പോൾ y of x, 0 is equal to 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് f of x എന്തായിട്ട് വരും? an. അപ്പം എൻ്റെ വാല്യൂ ഇവിടെ 0 ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളുടെ ഫൊറിയർ സീരീസിൽ എഴുതുമ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇവിടുത്തെ ഈ ഒരു an-ൻ്റെ ടേം കാണത്തില്ല. കാരണം an 0 ആയതുകൊണ്ട് an ഇൻറ്റു സംതിങ് അത് ഫുള്ളും 0 ആയിട്ട് പോകും. പിന്നെ നമുക്ക് ബാക്കി വരുന്നത് സിഗ്മ n is equal to 1 to infinity sin n pi x by l ഇൻറ്റു bn sin n pi at by l. ആ സംഭവം മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ബൗണ്ടറി ഇക്വേഷനിൽ നമുക്കത് മനസ്സിലാവും an കാണോ അതോ bn ആണോ ഉണ്ടാവുന്നുള്ള കാര്യം. ഇനി നമ്മൾ ഫൊറിയർ സീരീസിലേക്ക് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ an ഇല്ലാത്തതുകൊണ്ട് an വേണ്ട, bnൻ്റെ വാല്യൂ ആണ്. ഇപ്പോൾ bn is equal to 2 by n pi a ഇൻ്റഗ്രൽ നമ്മൾ ലിമിറ്റ് മാറ്റി കൊടുക്കുക 0 to 4l g of x sin n pi x by 4l into dx. ഇനി നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതും കൂടെയാണ്. നമ്മൾ 2n pi a പുറത്തുനിന്ന് ഇട്ടേക്ക്, അത് കോൺസ്റ്റൻ്റ് ആണ്. ഇതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്ത് എഴുതുന്നുണ്ട്. കാരണം 0 to 4l ആണ്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി 0 to 2l പിന്നെ 2l to 4l ആ രീതിയിലേക്ക് നമ്മൾ മാറ്റി എഴുതി. ഇനി അതിന് ശേഷം നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു cx by l മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ n pi by 4l കോമൺ എടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളത് സോൾവ് ആക്കുക. സോൾവ് ആക്കുന്ന മെത്തേഡാണ് ഈ കൊടുത്തിരിക്കുന്നത് ഫുള്ളും. സിമ്പിളായിട്ടുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതും ഇൻ്റഗ്രേഷനും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സോൾവ് ആക്കി വരുമ്പോൾ നമുക്ക് നമ്മളുടെ bn കിട്ടുന്നതായിരിക്കും. ഇനി ഈ bn ഡയറക്റ്റായിട്ട് ആദ്യം കാണിച്ച ഫൊറിയർ സീരീസിൽ അപ്ലൈ ചെയ്താൽ മതിയാവും. നമുക്ക് അപ്പോൾ കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ വേവ് ഇക്വേഷൻ എടുത്തെഴുതുക. വേവ് ഇക്വേഷന് ശേഷം നമ്മൾ സൊല്യൂഷൻ എടുത്തെഴുതുക. അതിൽ ലെങ്തും കാര്യങ്ങളും ഒക്കെ മാറ്റി നമ്മൾ ആ സൊല്യൂഷനെ മാറ്റി എഴുതണം. പിന്നെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ കൊടുത്ത് 4 ബൗണ്ടറി കണ്ടീഷൻസും കൊടുത്ത് നമ്മൾ അതിൽ നിന്നും an-ഉം b-ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. നമ്മൾ an ഉണ്ടെങ്കിൽ അത് എഴുതുക, bn ഉണ്ടെങ്കിൽ അത് എഴുതുക. ചില ക്വസ്റ്റ്യൻസിൽ an വരത്തില്ല, ബൗണ്ടറി കണ്ടീഷൻ മാറുന്നതനുസരിച്ച് bn-ൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പം bn ആണുള്ളത്. അപ്പം ഫൊറിയർ സീരീസിൽ bn കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇട്ട് സിമ്പിളായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ എത്തിക്കാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആ വാല്യൂവിനെ എടുത്ത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വേവ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. വേവ് ഇക്വേഷൻസിൽ അപ്പം തിയറി ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ അതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ ഇതും ചോദിക്കും. അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ് 1 ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ. ഈ ഒരു മോഡ്യൂളിൽ 2 മെയിൻ ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ, 1 ഡയമെൻഷണൽ വേവും 1 ഡയമെൻഷണൽ ഹീറ്റും. അപ്പോൾ നമ്മൾ വേവ് ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ഹീറ്റ് ഇക്വേഷനാണ് പറയാനുള്ളത്. അപ്പം ഹീറ്റ് ഇക്വേഷനും ഇതേമാതിരി തന്നെ ഒരു ഡെറിവേഷൻ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കാനുള്ളൊരു ഡെറിവേഷൻ ഉണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഹീറ്റ് ഇക്വേഷൻ ആദ്യം തന്നെ കൺസിഡർ ചെയ്യുന്നത്, നമുക്കൊരു ബാർ സെക്ഷനുണ്ട്, ഒരു കമ്പി പോലത്തെ ഒരു ബാർ സെക്ഷൻ ഇവിടെ നമുക്ക് കയ്യിലുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാ സൈഡുകളും ഒരു മെറ്റീരിയൽ വെച്ച് കവർ ചെയ്യുകയാണ്. കവർ ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ് പെർപെൻഡിക്കുലറായിട്ട്. അപ്പം ഒരു എൻഡ് ഓഫ് ദ ബാർ നമ്മൾ ഒറിജിനായിട്ട് എടുക്കും. ഇനി നമ്മൾ ആ ഒറിജിനിൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് ഹീറ്റ് പോകുന്ന പോസിറ്റിവിറ്റി റേറ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡെൽറ്റ എന്ന് വെച്ചാൽ ഡെൻസിറ്റിയാണ്, സി ദ സ്പെസിഫിക് ഹീറ്റ് ആൻഡ് കെ ദ തെർമൽ കണ്ടക്ടിവിറ്റി. തീർച്ചയായിട്ടും ഒരു അയൺ ബാർ ഹീറ്റ് ആകുമ്പം അതിന് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവും, സ്പെസിഫിക് ഹീറ്റ് സിയും ഉണ്ടാവും, പിന്നെ അതിൻ്റെ ആ ഒരു ബാറിൻ്റെ ഡെൻസിറ്റിയും ഉണ്ടാവും. ഇപ്പം റോ ഉണ്ട്, സി ഉണ്ട്, കെ ഉണ്ട്. ഇനി നമുക്ക് u of x, t ആണ് ഇവിടുത്തെ നമ്മൾ ടെമ്പറേച്ചർ ഡിസ്റ്റൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്കാണ് ഡയറക്റ്റായിട്ട് എത്തുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇൻ ദ സ്ലാബ്, അതായത് ഇതൊരു അയൺ ബാർ, ഒരു സ്ലാബ് ആണ്.
അയൺ ബാർ പോലത്തെ ഒരു സ്ലാബ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ സി റോ എ ഇൻറ്റു ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ യു എന്നാണ്. അപ്പോൾ ഈ ഒരു അയൺ ബാറിൽ ഇൻക്രീസ് ആകുന്ന ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ദാറ്റ് ഈസ് സി ഇൻറ്റു റോ എ ഇൻറ്റു ഡെൽറ്റ എക്സ് ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു R1 മൈനസ് R2. ഈ R1 R2 എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് പോകുന്ന ഹീറ്റും അതിൻ്റെ പുറത്തേക്ക് വരുന്ന ഹീറ്റുമാണ്. അപ്പോൾ R1 മൈനസ് കെ എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഓഫ് എക്സും R2 മൈനസ് കെ എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഓഫ് എക്സും ആണ്, പ്ലസ് ഡെൽറ്റ എക്സ്. ഇനി നമ്മൾ ഇത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സി ഇൻറ്റു റോ എ ഇൻറ്റു ഡെൽറ്റ എക്സ് ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു R1ൻ്റെ വാല്യൂം R2ൻ്റെ വാല്യൂം കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കും. അറേഞ്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അവിടെ 0 എന്ന് പറയുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യും. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടേൺസ് ടു 0 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇവിടെ ലാംഡ സ്ക്വയർ അല്ലെങ്കിൽ ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് കെ ബൈ സി റോ ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ. വേവ് ഇക്വേഷൻ പോലെ ഒരുപാട് ലെങ്തി ഒന്നുമല്ല, സിമ്പിളാണ്. ഒരു ചെറിയ ഒരു അയൺ ബാർ അല്ലെങ്കിൽ ഒരു അയൺ സ്ലാബ് നമ്മളതിലുണ്ട്. അതിന് നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് ഹീറ്റ് അപ്ലൈ ആണ്. ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫുള്ളായിട്ട് അതിനെ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എൻഡ് പോയിൻറ്റ് നമ്മൾ ഒറിജിനായിട്ട് എടുത്തു. അവിടെ നിന്നും നമ്മൾ റൈറ്റിലേക്ക് എക്സ് ആക്സിസ് വഴിയാണ് ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. R1 ആണ് ആ അയൺ ബാറിലേക്ക് എത്തുന്ന ഹീറ്റ്, R2 ആണ് ആ അയൺ ബാറിൽ നിന്ന് പോകുന്ന ഹീറ്റ്, റോ ആണ് ഡെൻസിറ്റി, സി അവിടുത്തെ സ്പെസിഫിക് ഹീറ്റും, കെ തെർമൽ കണ്ടക്ടിവിറ്റിയും. അതിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എടുക്കുന്നത് ടെമ്പറേച്ചർ ഡിസ്റ്റൻസ് കോർഡിനേറ്റ് എക്സ് കോമ ടി ആണ്. അപ്പം ആ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇൻ ദ സ്ലാബിൻ്റെ ഇക്വേഷനും അതിനുശേഷം റേറ്റ് ഓഫ് ഹീറ്റിൻ്റെ ഇക്വേഷനും എടുത്ത് R1 R2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി നമുക്ക് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഈ വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ്റെ പ്രോബ്ലത്തിലും നമുക്ക് എന്താവശ്യമുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് കണ്ടീഷൻസും ആവശ്യമായിട്ടുണ്ട്. നമ്മൾ വേവ് ഇക്വേഷനിൽ പഠിച്ച പോലെ അതേയുള്ള സൊല്യൂഷൻസ് ഇവിടെയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ തന്നെയാണ് നോക്കുന്നത്. നമ്മളുടെ ഹീറ്റ് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുക. ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ഇവിടെ യു എന്ന് പറയുന്നത് എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ആണ്. ആൻഡ് ഡോ യു ബൈ ഡോ ടി ഈസ് എക്സ് ടി ഡാഷ് ആൻഡ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് എക്സ് ഡബിൾ ഡാഷ് ടി. ഇനി നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം ഉപയോഗിച്ച് ടിയുടെ ടേംസ് എല്ലാം മറ്റൊരു സൈഡിലേക്കും എക്സിൻ്റെ ടേംസ് എല്ലാം ഒരു സൈഡിലേക്കും കൊണ്ടുപോയി കേക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എക്സ് ഡബിൾ ഡാഷിനും ടി ഡാഷിനും ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഇനി നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ കേക്ക് ആദ്യം 0യുടെ വാല്യൂ കൊടുക്കും. അപ്പോൾ കേക്ക് 0യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ടി C1 എന്ന് കിട്ടും. അതേപോലെ നമുക്ക് എക്സിൻ്റെ വാല്യൂ C2 എക്സ് പ്ലസ് C3 എന്ന് കിട്ടും. ഇനി അതേപോലെ കേക്ക് പോസിറ്റീവ് ലാംഡ സ്ക്വയർ കൊടുക്കുമ്പം നമുക്ക് ടിയുടെ വാല്യൂ C4 ഇ റേസ് ടു ലാംഡ സ്ക്വയർ ആൽഫ സ്ക്വയർ ടി എന്ന് കിട്ടും. അതേപോലെ എക്സിൻ്റെ വാല്യൂ C5 ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് C6 ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് കേക്ക് നെഗറ്റീവ് കൊടുക്കുമ്പം നമുക്ക് ടിയുടെ വാല്യൂ C7 ഇ റേസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ആൽഫ ടു സ്ക്വയർ ടി എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ C8 കോസ് ലാംഡ എക്സ് പ്ലസ് C9 സൈൻ ലാംഡ എക്സ്. അപ്പോൾ നമ്മളിവിടെ കേക്ക് 3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ 3 സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. 3 സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തേക്കുന്ന സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂഷനാണിത്. യു ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു എ കോസ് ലാംഡ എക്സ് പ്ലസ് ബി സൈൻ ലാംഡ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ആൽഫ സ്ക്വയർ ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അപ്പം ഇവിടെയും നമ്മൾ ഹീറ്റ് ഇക്വേഷനകത്ത് പ്രോബ്ലം നോക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഫൊറിയർ സീരീസ് വെച്ചിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. നമ്മൾ നേരത്തെ ഫൊറിയർ സീരീസ് പറഞ്ഞതാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള സെയിം രീതിയിലുള്ള സൊല്യൂഷൻസാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. സെയിം കഴിഞ്ഞ വേവ് ഇക്വേഷൻ മെത്തേഡ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, സോൾവ് ദ വൺ ഡയമെൻഷണൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ദ ഫംഗ്ഷൻ q of xt in the region 0 less than or equal to x less than or equal to pi, t greater than or equal to 0 when
I greater than q remains finite as t turns to 0. That is, q is equal to 0 if x is equal to 0 or lambda for all value t greater than 0 and t is equal to 0. നമുക്ക് ക്യൂയുടെ വാല്യൂ തന്നിട്ടുണ്ട് എക്സും പൈ മൈനസ് എക്സും. എക്സിൻ്റെ റേഞ്ച് 0-നും π/2-നും ഇടയിലാണ്. പൈ മൈനസ് എക്സിൻ്റെ റേഞ്ച് π/2-നും പൈക്കും ഇടയിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1 ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ എഴുതുക. ഹീറ്റ് ഇക്വേഷൻ എഴുതിയതിന് ശേഷം ഇവിടെ നമ്മളുടെ എൽ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് എൽ പൈ ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബൗണ്ടറി ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഇവിടെ എ എന്നും ബി എന്നും ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് ബൗണ്ടറി ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി സൊല്യൂഷൻ നമ്മൾ അതായത് നമ്മളുടെ ഫോറിയർ സീരീസ് സൊല്യൂഷൻ നമ്മൾ കൊടുക്കുക. അതിനുശേഷം അവിടെ ബി എന്നിൻ്റെ വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ലിമിറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബി എന്നിൻ്റെ ആൻസർ കിട്ടും. ആ ബി എന്നെയാണ് നമ്മൾ പിന്നെ ഡയറക്റ്റായിട്ട് എടുത്ത് ആദ്യത്തെ ഫോറിയർ സീരീസ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ആൻസർ കിട്ടുന്നത്. രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്, ചെറിയ രീതിയിൽ ഇക്വേഷനകത്ത് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ 1 ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷനും അതിൻ്റെ പ്രോബ്ലവും. സെയിം മെത്തേഡ് തന്നെയാണ് വേവും ഹീറ്റും. ചെറിയ രീതിയിൽ ഡെറിവേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസവും അതിൻ്റെ ഇക്വേഷനിലുള്ള ചേഞ്ചും മാത്രമേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുന്ന രീതി സെയിം തന്നെയാണ്.